എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSQF വിഭാഗം ഫസ്റ്റ് ഇയർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഇത്തവണ പുതിയ വെബ്സൈറ്റിലാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. റിസൾട്ട് അറിയാനുള്ള വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് results.hsc.kerala.gov.in/results/ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. ഈ ഒരു റിസൾട്ട് അറിയാനുള്ള ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് അറിയാനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം HSCയുടെ ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് ഓർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം റിസൾട്ടും ഉണ്ട്. അതുപോലെ തന്നെ VHSCയുടെ NSQF ഫസ്റ്റ് ഇയർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ 2025ൻ്റെ റിസൾട്ടിൻ്റേത് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് VHSCയുടെ ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് ഓർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ 2025ൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ലിങ്കല്ല, ജസ്റ്റ് എക്സാമിനേഷൻസിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നേരെയായിട്ട് ചെക്ക് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ആക്ഷൻസ് എന്നുള്ള കീഴിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ റിസൾട്ടാണ് അറിയേണ്ടത്, അതിനനുസരിച്ച് ഇതിന് നേരെയുള്ള ഏത് റിസൾട്ടാണ് അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ചെക്ക് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അതായത് നിങ്ങളുടെ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ ഏതാണ് അതിനനുസരിച്ച് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. നേരെ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഓപ്ഷൻ വരും. അതായത് ഈ ഒരു ആദ്യം തന്നെ ഏത് മാസമാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് ദിവസമാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ പ്ലീസ് ഫിൽ ദ ടെക്സ്റ്റ് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദ ഇമേജ്. അതായത് ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ പറ്റും. അതായത് ഇതിനെയാണ് ക്യാപ്ച എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കത് കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു സിമ്പിൾ കൊടുത്തത് കാണാം. ഇവിടെ നിങ്ങൾക്കൊരു വളഞ്ഞിട്ടുള്ള ഒരു ഏറോയുടെ അതായത് റിഫ്രഷ് സിമ്പിളാണ് അത് കൊടുത്തിട്ടുള്ളത് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് വായിക്കാനായിട്ട് മനസ്സിലാകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലെറ്റേഴ്സ് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു റിസൾട്ട് അറിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് നിലവിൽ ഇപ്പോൾ പറ്റില്ല. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് നിങ്ങൾക്ക് ഈ ഒരു PDF എടുക്കാനായിട്ടുള്ള ബട്ടൺ ഇനേബിൾ ആവുള്ളൂ. അതിന് മുമ്പ് നിങ്ങൾക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക്, അതായത് പ്രിൻ്റ് എടുക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അതായത് ആ ഒരു ബട്ടൺ ഇനേബിൾ ആവില്ല, പ്രിൻ്റ് ബട്ടൺ ഇനേബിൾ ആവില്ല. നിലവിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ റിസൾട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്ന് 6 മണിക്ക് ശേഷം നിങ്ങൾക്ക് PDF രൂപത്തിലായിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ 6 മണിക്ക് ഇനേബിൾ ആവുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ആ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത്രയും ടൈം എടുക്കും എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ, അതായത് ഇന്ന് വൈകുന്നേരം 6 മണി, അതായത് ഈ ഒരു 5/5/2025 18 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 18 എന്ന് പറയുമ്പോൾ 24 ഹവേഴ്സിലുള്ളതാണ്. അതായത് ഇന്ന് വൈകുന്നേരം 6 മണിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു +1ൻ്റെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ +2ൻ്റെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണോ കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികളുടെ +1 റിസൾട്ട് വന്നിട്ടുള്ളത് എന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ റിസൾട്ടിൻ്റേത്, അതായത് സബ്ജക്റ്റിൻ്റെ പേര് എന്താണ്, ഏത് സബ്ജക്റ്റാണ് എഴുതിയത് എന്നുണ്ടാവും. അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ CE മാർക്ക് എത്രയാണ്, ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റേതുണ്ടാവും. അതുപോലെ TE മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ യുവർ സ്കോർ ഉണ്ടാവും. അതുപോലെ തന്നെ മാക്സിമം സ്കോർ ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് താഴെ ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് CE മാർക്ക്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ 18 ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 20 ആണ് ഈ ഒരു CE മാർക്ക്. അതുപോലെ TE മാർക്ക് നിങ്ങൾക്കൊരു, അതായത് ഇപ്പോൾ സബ്ജക്റ്റ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രി ആണെന്ന് നോക്കാം. കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വരുന്നത് 60ലാണ് വരുന്നത്.
അപ്പോൾ 60-ൽ നിങ്ങൾക്ക് ഒരു 20 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയെങ്കിൽ പല വിദ്യാർത്ഥികളും കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, അപ്പോൾ ഞാൻ +1 പാസ്സാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം ആയതുകൊണ്ട് തന്നെ +2വിൻ്റെ മാർക്ക് കൂട്ടാതെയുള്ള, അതായത് +1ൻ്റെ മാർക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു +1ൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 60 മാർക്കിൽ ജയിക്കാനായിട്ട് 18 മാർക്കേ വേണ്ടൂ. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 24 മാർക്കേ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 60-ൽ 18 മാർക്ക് TE മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 80-ൽ 24 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു TE മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ പാസ്സായതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ +2വിൻ്റെ റിസൾട്ട്, +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അതിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടലായിട്ട് റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ 2 വർഷത്തേക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ജയിക്കുന്നതാണ്. നിലവിൽ നിങ്ങൾ ഈ ഒരു +1ൻ്റെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷ എഴുതി +1 ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാനായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് 60-ൽ 18 കിട്ടിയിട്ടുണ്ടോ, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 24 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായാലും പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും നിങ്ങളുടെ +2 മാർക്ക് ഉൾപ്പെടെയുള്ള മാർക്കാണോ ഇത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാക്സിമം റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാം മാക്സിമം സ്കോർ എത്രയാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൽ TE മാർക്ക് എത്രയാണ്, അതായത് ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ നേരെ ആണെങ്കിൽ 60 എന്നുണ്ടാവും, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ നേരെയാണെങ്കിൽ 80 ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തെ മാർക്ക് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. +2വിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല, കാരണം +2വിൻ്റെ അതായത് ഇത് +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം റിസൾട്ടിൽ ഉണ്ടാവുക +1ൻ്റെ ടോട്ടൽ മാർക്ക് മാത്രമാണ്. അതായത് +1ൽ നിങ്ങൾക്ക് ഈ ഒരു 60-ൽ 18ഉം 80-ൽ 24 മാർക്കും കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അതായത് TE മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ജയിച്ചതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൂടി ഉണ്ട് എങ്കിലും ഈ ഒരു രീതിയിൽ 60-ൽ 18 അതുപോലെ 80-ൽ 24 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചതായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാനുള്ള ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത്, ഡൗൺലോഡല്ല ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. അതിനുശേഷമാണ് നിങ്ങൾക്ക്, അതായത് 6 മണിക്ക് ശേഷമാണ് റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രിൻറ്റ് ബട്ടൺ ഈ ഒരു പേജിൽ വരികയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.